തുടങ്ങുന്നത് അഗ്നിമേലെ പുരോഹിതം എന്നാണ്. ആ അഗ്നിയാണ് ഇവിടെ തെളിയുന്നത്. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായ ഒന്നാണ് അഗ്നി. സ്വയം ശുദ്ധീകരിക്കുകയും മറ്റെല്ലാറ്റിനെയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ ഭൂതം അതാണ് അഗ്നി. ആ അഗ്നി ഇവിടെ ജ്വലനം ചെയ്തു കഴിഞ്ഞു. അടുത്ത കർമ്മത്തിലേക്ക് വളരെ ഇന്നിപ്പോ നേരത്തെ സുനിൽ സാർ പറഞ്ഞതുപോലെ നമുക്കെല്ലാം പ്രിയപ്പെട്ട വ്യക്തിത്വത്തിനുടമയാണ് ആദരണീയ മോഹൻജി. അദ്ദേഹത്തെ ഒരു സ്നേഹാദരവ് നൽകി 11ാമത്തെ ഈ വർഷം എത്ര വേഗം കടന്നുപോയി. ദിനരാത്രങ്ങൾ, മഹീനങ്ങൾ, സംവത്സരങ്ങൾ, അവയെല്ലാം തന്നെ ഇന്ന് ഈ 11ാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ സുനിൽ സാർ അദ്ദേഹത്തിന് ഒരു സ്നേഹാദരവ് നൽകുന്നു. ഒപ്പം അതേറ്റ് കൈകെട്ടി എന്താ പറയാ അതിനെ അഭിസംബോധന ചെയ്യുന്നു സുജാത മാം, അതുപോലെ തന്നെ പ്രതിമ മാം, സുനിത മാം. കാരണം അവരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ അണിനിരക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവർ. അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ആ ഒരു സ്നേഹാദരവിലേക്ക് കടക്കുന്നു. തുടർന്ന് അടുത്ത പരിപാടിയെ കുറിച്ച് സുനിൽ സാർ വിശദീകരിക്കും. അപ്പോൾ തന്നെ നമ്മളുടെ ഒരു ആഗ്രഹമായിരുന്നു ആരതി, മറാഠിയിലുള്ള ആരതി അതേ ഈണത്തിൽ തന്നെ അർത്ഥങ്ങളൊന്നും വിട്ടുപോകാതെ മലയാളത്തിൽ അതേപോലെ തർജ്ജമ ചെയ്ത് അതേ ഈണത്തിൽ സാധിക്കുമോ എന്നുള്ളത്. എപ്പോഴും ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു സ്തുതി നമ്മൾ പാടുമ്പോൾ അത് മനസ്സിലാക്കി പാടുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കി ജപിക്കുകയോ ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണ അർത്ഥം ഉൾക്കൊള്ളുകയും അതിന്റെ ഫലങ്ങൾ നമ്മളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തനായ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള TS രാധാകൃഷ്ണൻ സാറ് അദ്ദേഹം ഈ കർത്തവ്യം ഏറ്റെടുക്കുകയും ഒരു വർഷത്തിനുള്ളിൽ മറാഠിയിലുള്ള ആരതി ഒരു അർത്ഥവും നഷ്ടപ്പെടാതെ മലയാളത്തിലേക്ക് അദ്ദേഹം ഷിർഡി സായി തർജ്ജമ ചെയ്ത് തന്നിരുന്നു. അത് മനോഹരമായിട്ട് അതിനുശേഷം നിത്യവും ഈ ആരതിയാണ് നമ്മൾ കേട്ട് സ്തുതിക്കുന്നത് ആരതി സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു അതേപോലെ ദത്താത്രേയ സ്വാമിക്കും ഹനുമാൻ സ്വാമിക്കും അതേപോലെ ഒരു ആരതി നമ്മൾ തുടക്കം ചെയ്യണമെന്നുള്ളത്. അപ്പം ഈ കർത്തവ്യം രാധാകൃഷ്ണൻ സാർ തന്നെയാണ് ഏറ്റെടുത്തത്. അപ്പം ആരതിയുടെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്കത് കിട്ടിയത്. ഈ പ്രതിഷ്ഠാ ദിനത്തിന് മോഹൻജി തന്നെ ഈ ആരതികൾ ഈ അമ്പലത്തിലും ഭക്തർക്കും വേണ്ടി സമർപ്പിക്കണമെന്നൊരാഗ്രഹമുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ കിട്ടിയത് കൊണ്ട് അത് CD ആക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതേപോലെ ലിറിക്സ് ഒന്നും പുസ്തക രൂപത്തിലാക്കാനും കഴിഞ്ഞില്ല. ദത്താത്രേയ സ്വാമിയുടെ സ്തുതി രചിച്ചിരിക്കുന്നത് ശ്രീ മധു മേനോനാണ്. അത് അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ TS രാധാകൃഷ്ണൻ സാർ തന്നെ. ഹനുമാൻ സ്വാമിയുടെ ആരതി എഴുതിയിരിക്കുന്നത് PC അരവിന്ദൻ സാറാണ്. അദ്ദേഹം ഒരുപാട് മലയാളത്തിലെ പ്രശസ്തമായ ഭക്തിഗാനങ്ങൾ രചിച്ച ഒരു രചയിതാവാണ്. അദ്ദേഹമാണ് രചിച്ചത്. അത് ആലപിച്ചതും സംഗീത സംവിധാനം ചെയ്തതും TS രാധാകൃഷ്ണൻ സാർ തന്നെയാണ്. അപ്പം മോഹൻജിയോട് ഇപ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ ഈ 2 ആരതികളും ഉദ്ഘാടനം ചെയ്യാനും ഓരോ ആരതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് ഇവിടെ പ്ലേ ചെയ്യാനും വേണ്ടി നമ്മൾ അഭ്യർത്ഥിക്കുന്നു. ആദ്യം ദത്താത്രേയ സ്വാമിയുടെ ആരതി. പെട്ടെന്നാണ് 11 വർഷം കടന്നുപോയത് എന്ന് ആശ്ചര്യത്തോടെയാണ് ആലോചിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു കുടുംബ സംഗമം പോലെ എല്ലാവരും വളരെ സ്നേഹത്തോടും ആണ് സമർപ്പണമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എത്ര അധികം ജോലി ഭാരം ഉണ്ടെങ്കിലും വളരെ പ്രസന്നമായിട്ട് ഇവിടെ ഓരോരോ ഭക്തരും ഇടപഴകുന്നതും അതുപോലെ അവരുടെ കർത്തവ്യങ്ങൾ ആരും പറയാതെ തന്നെ ഏറ്റെടുത്ത് കാണുമ്പോൾ തന്നെ വളരെ ഹൃദയസ്പർശിയാണ്. വളരെ സന്തോഷം തോന്നുന്നു ഓരോ പ്രാവശ്യം. ഇങ്ങനെ തന്നെയാണ് ഒരു ക്ഷേത്രം നടന്നു പോകേണ്ടത്. ഇവിടെ ഒരു ഫോർമലായിട്ടുള്ളൊരു ക്ഷേത്ര കമ്മിറ്റിയോ അല്ലെങ്കിൽ വലിയ ക്ഷേത്ര ഭാരവാഹികളുടെ ഓരോ പദവികളൊന്നുമില്ല. അങ്ങനെ പദവികൾ കൊടുത്താലും ആർക്കും അത് എടുക്കാൻ താല്പര്യമില്ലെങ്കിലും ഓരോരോ പരിപാടികൾക്കും അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബാബയുടെ സവിധത്തിലേക്ക് ഓടി വരുന്ന ബാബയുടെ ആളുകളെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്, എപ്പോഴും തോന്നാറുണ്ട്. ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ആദരണീയനുമായ നമ്മുടെ മോഹൻജി ഈ വർഷവും എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് ധാരാളം തിരക്കുകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം മഹാകുംഭമേളയിൽ സജീവമായി പങ്കെടുക്കേണ്ടതാണ്. എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ആവശ്യമുള്ളതാണ്. എങ്കിലും നമ്മളുടെ ഒരു സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹം നമുക്കൊക്കെ എത്രയധികം സ്നേഹം തരുന്നു എന്നതിന്റെ ഒരു അടയാളമാണ് അദ്ദേഹം കുംഭമേളയിൽ നിന്ന് പ്രയാഗ്രാജിൽ നിന്ന് ഇവിടെ ഒരു ദിവസമെങ്കിലും ചെലവഴിക്കണമെന്ന് ആശിച്ച് ഇങ്ങോട്ട് വരുന്നതും ഇത് കഴിഞ്ഞ് ഒരു ദിവസം നമ്മളുടെ കൂടെ നിന്ന് വീണ്ടും തിരിച്ചും യാത്ര ചെയ്യുകയാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ ആ സമർപ്പണം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നും അദ്ദേഹത്തിന്റെ സ്നേഹം നമ്മളോടും എത്ര ആഴത്തിലുള്ളതാണെന്നും ഇത് കാണിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് എന്താണ് സ്നേഹം, എന്താണ് സമർപ്പണം എന്ന് മനസ്സിലാവുന്നത്. അത് വളരെയധികം പ്രചോദനം തരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് കോടി കോടി പ്രണാമം. എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ അപ്പം മോഹൻജിയെ എല്ലാവർക്കും വേണ്ടി മോഹൻജി എന്ന ഉത്തരമാണ് നൽകേണ്ടത്. ആ ഒരു വ്യക്തിത്വം ഇന്ന് ഈ ഭാരതത്തിലുടനീളം അതുപോലെ തന്നെ ലോകത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും മാനവികതയ്ക്ക് ഒരു മായാത്ത വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ഗുരുപരമ്പരകളുടെ ആ ശ്രേണിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാവാം. വന്ദേ ഗുരുപരമ്പരാം എന്ന ആ മഹത്തായ പ്രാർത്ഥനകൾ പെയ്തിറങ്ങുന്ന ഈ സന്നിധാനം ദത്താത്രേയന്റെയും ഹനുമാൻ എന്ന ആത്മബലത്തിന്റെയും വീര്യത്തിന്റെയും ഒക്കെ ഇരിപ്പിടമായ രണ്ട് ചൈതന്യങ്ങളുടെ മുമ്പിലും നമുക്ക് പ്രണമിക്കാം. കാരണം അടുത്ത് നടക്കാനിരിക്കുന്ന രണ്ട് വ്യത്യസ്തമായ കർമ്മങ്ങളാണ് ആരതി സമർപ്പണം എന്ന് പറയുന്ന രണ്ട് പ്രക്രിയകൾ. അതിലേക്ക് കൂടിയാണ് ഇന്ന് നമുക്ക് മോഹൻജിയെ ലഭിച്ചിട്ടുള്ളത്. അതും കൂടി നമ്മുടെയൊക്കെ ഭാഗ്യമായി കരുതിക്കൊണ്ട് അടുത്ത ഈ ഒരു വിഷയങ്ങളിലേക്ക് ഈ ശംഭു വിഷ്ണു ബ്രഹ്മാവേകരൂപമായി ചേർന്നൊരു ശക്തിയായി വാണിടുന്ന അനസൂയാനന്ദന്. ശംഭു വിഷ്ണു ബ്രഹ്മാവേകരൂപമായി ചേർന്നൊരു ശക്തിയായി വാണിടുന്ന അനസൂയാനന്ദന്. ആരതി ആരതി ദത്താത്രേയ ആരതി, ആരതി ആരതി ദത്താത്രേയ സ്വാമിക്ക്, ആരതി ആരതി ദത്താത്രേയ ആരതി, ആരതി ആരതി ദത്താത്രേയ സ്വാമിക്ക്. ആഞ്ജനേയ കാഞ്ചനഗാത്ര പിങ്കനേത്ര ഭഗവാനെ, കൊട്ടിക്കാട്ടമരും കവിവരനെ, ജയ ജയ ഭക്ത ഹനുമാനെ. ആഞ്ജനേയ കാഞ്ചനഗാത്ര പിങ്കനേത്ര ഭഗവാനെ, കൊട്ടിക്കാട്ടമരും കവിവരനെ, ജയ ജയ ഭക്ത ഹനുമാനെ. ഷിർദി സായി ബാബക്കരികെ കോവിലാളും യതിവരനെ, ആരതിയൊഴിയും ആശ്രിതർ ഞങ്ങൾ, ജയ ജയ ഭക്ത ഹനുമാനെ. ഷിർദി സായി ബാബക്കരികെ കോവിലാളും യതിവരനെ. ഈ ഹനുമാൻ ആരതി സമൂഹത്തിനും ലോകത്തിനും വേണ്ടി സമർപ്പിക്കുന്നു.